സൗത്തിനോട് അവർക്ക് സവിശേഷമായിട്ടുള്ള ഒരുതരം വിരോധമുണ്ട്. വിരോധം എന്ന് വെച്ചാൽ ഹിന്ദി ഹാർട്ട്ലാൻഡിൻ്റെ ഭാഗമായിട്ടും ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമായിട്ടും നിൽക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു അതൃപ്തി എക്കാലത്തുമുണ്ട്. അതിപ്പം ലുങ്കിയും എന്നുള്ള ഈ വിളി എന്ന് പറയുമ്പം അത് എന്താണ്, ഈ മറാത്താവാദം വന്ന സമയത്താണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. ആ കാലം മുതൽ തന്നെ ഉണ്ട് ലുങ്കി ധരിക്കുന്ന മദ്രാസികളായിട്ടുള്ള മനുഷ്യർ ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ സ്വത്വവും മോഷ്ടിക്കുകയാണ് എന്ന പേരിലുള്ള ആൻറ്റി മദ്രാസി ആൻറ്റി സൗത്ത് മൂവ് മഹാരാഷ്ട്രയിൽ തുടങ്ങുന്നു. പിന്നെ അത് അങ്ങോട്ട് പോയിട്ട് നോർത്തിൽ പലയിടത്തും അത് വ്യാപിക്കുന്നത് കാണാം. ഹിന്ദി സിനിമ എടുത്താൽ പോലും ഈ പറഞ്ഞ ലുങ്കി എന്ന് പറയുന്ന ഒരു കോമിക് സംഗതിയായിട്ട് ലുങ്കി ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. അത് തമാശ എലമെൻ്റ് അതിനകത്തുള്ളത്. അപ്പോൾ കബാലി സിനിമയ്ക്കകത്ത് തന്നെ ഒരു കോമഡി സംഗതിയെ എന്താണ് എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ ക്യാരക്ടർ റെഫർ ചെയ്യുക പോലും ചെയ്യുന്നുണ്ട്. സോ അത് സൗത്ത് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തോടും അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തോടും സ്വാഭാവികമായിട്ടും സംഘപരിവാറിനും ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കും ഒരു സ്വാഭാവികമായ അകൽച്ചയും വിരോധവും ഒക്കെ ഉണ്ട്. അവർ കുഴപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, ഇന്ത്യയിലെ ഹിന്ദുത്വ ഐഡിയോളജിയും ഹിന്ദുത്വ രാഷ്ട്രാശയത്തെയും അംഗീകരിക്കാത്ത ആളുകൾ. ഒരു ദിവസം ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതേ ബ്രിട്ടാസിനെ സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സമരവും വഴക്കും മാത്രം ശീലമാക്കിയിട്ടുള്ള മനുഷ്യരാണെന്ന് കിരൺ റിജിജു പറയുന്നത്. കിരൺ റിജിജുവിനെ സംബന്ധിച്ച് സമരം ചെയ്യുക, പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. എന്താണോ മോദിജി പറയുന്നത്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമനും സമാനമായ യെസ്, അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണോ മോദിജി പറയുന്നത്, അല്ലെങ്കിൽ RSSൻ്റെ ആപ്പീസ് എന്ന് പറയുന്നത് എന്താണോ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രതിഷേധിക്കുക, ജീവിതത്തിൻ്റെ മനുഷ്യരുടെ പൗരാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് സമരം ചെയ്യുക, അതൊന്നും അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിസരത്ത് വരാൻ കഴിയാത്ത കാര്യമാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്. അത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അത് അവർ സൗത്തിൽ കാണുന്ന പ്രശ്നം അതാണ്. സൗത്ത് എപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, സൗത്ത് അവിടെ കമ്മ്യൂണിസത്തിനും ലെഫ്റ്റ് ഐഡിയോളജിക്കും കോൺഗ്രസിനുമെല്ലാം വേരോട്ടമുള്ള ഒരു നാട്. അവിടെ വരുന്ന ആളുകളെ ആക്ഷേപിക്കാൻ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് തുടിക്കും. കാരണം അവിടെയുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് ഈ പറയുന്ന സാംസ്കാരികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ജീവിത നിലവാര സൂചികയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, സാംസ്കാരികമായി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, സോ അത് രാഷ്ട്രീയത്തിലും കൊണ്ടു നടക്കുന്ന മൂല്യവും ഔന്നത്യവും, ഇതൊന്നും ഹിന്ദി ഹാർട്ട്ലാൻഡിലെ BJPക്കാർക്ക് പിടിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരതിനെ ആക്ഷേപിക്കാൻ നോക്കും. രണ്ടാമത്തെ കാര്യം, ലുങ്കി ഉടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഈ വരേണ്യബോധം എപ്പോഴും ഉണ്ട്. BJPക്കാരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു സംഗതിയാണ് വരേണ്യബോധ്യം. അപ്പോൾ അവരെ സംബന്ധിച്ച് ലുങ്കി ഉടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വർക്കിംഗ് ക്ലാസിൻ്റെ ഡ്രസ്സാണ് ലുങ്കി. അപ്പോൾ അതിനോട് സ്വാഭാവികമായിട്ട് പുച്ഛമുണ്ടാവും. താഴെ തട്ടുകാരൻ്റെ, താഴെ തട്ട് പണിക്കാരൻ്റെ, അല്ലെങ്കിൽ ബംഗാളി മുസ്ലിമിൻ്റെ എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിലായി വരും ഈ ലുങ്കി എന്ന് കേൾക്കുമ്പോൾ. അവരുടെ ഒരു ഡ്രസ്സിനെയും അവരുടെ അവിടുത്തെ എന്താണ് മറ്റേ ഈ കെട്ടുന്ന സാധനമൊക്കെയാണ് അവർക്ക് വലിയ ഉടുപ്പും വലിയ ശരിയായ സവിശേഷ വസ്ത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വസ്ത്രത്തെ അവർ പലതരത്തിലുള്ള ഇമേജുകളായിട്ടാണ് കാണുന്നത്. രണ്ട് സൗത്തിനോട്ടുള്ള വിരോധമാണ്. അത് അവരുടെ ഉള്ളിലുള്ള ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏകരാഷ്ട്രം, ഒറ്റ രാജ്യം എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് അതിനകത്ത് വിഭാഗീയമായ ചിന്തകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവരാണെന്ന് ചിന്തിക്കുകയും ഒഴിവാക്കേണ്ടവരാണെന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിഭാഗീയ മനസ്സുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നതാണ് ഈ കാണുന്നത്.